ശ്വേതാ മേനോന് എതിരായിട്ട് ഒരു ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ശോഭയുടെ ഒരു നിലപാടെന്നാണ് ഇങ്ങനൊരു ആരോപണം? എത്രത്തോളം കഴമ്പുണ്ട് അതിൽ ആരോപണം? ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു ആരോപണമല്ല അത്. നമുക്ക് ഇച്ചിരിയെങ്കിലും ബുദ്ധിയുള്ളവർ, അതായത് ചോറ് കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാന്നുള്ള കാര്യമാണ്. സ്പെഷ്യലി അമ്മയുടെ ഒരു ഇലക്ഷൻ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇത്രയും കാലം നമ്മൾ ബഹുമാനിച്ച് ഒരു തീരെ വനിത എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാറ്റഗറിയിലാണ് ശ്വേതാ മേനൻ എന്ന് പറയുന്ന ഒരു മഹാനടി എന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. ഈ പറഞ്ഞ ഞങ്ങളുടെ പേര് പോലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് വാട്ട് ഹി വാണ്ട്സ് ഇസ് മൈറ്റ് ബി പബ്ലിസിറ്റി ആൻഡ് മണി, വാട്ട് എവർ ഇറ്റ് ഇസ്. എന്ത് ദുരുദ്ദേശമാണെങ്കിലും എന്താ പറയുക, അതുകൊണ്ടാണ് ഞാൻ പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കാത്തത്. ശരിക്കും ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധായകന്റെ 3 സിനിമകൾ തന്നെ, അതിൽ ഒരു പടത്തിന് സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ട്രസിന്റെയാണ് ശ്വേത ചേച്ചിക്ക് കിട്ടിയത്. അപ്പം അതും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത സിനിമകളാണ് 3 സിനിമകളും പറയുമ്പോൾ. അപ്പൊ പിന്നെ അതെടുത്തിട്ട് ഇപ്പൊ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിലൊരു ഇതുണ്ടെന്നും അനാവശ്യമായിട്ടുള്ള ഒരു ആവശ്യം, അതിലൊന്നും ഒരു കാര്യമുള്ളതല്ല. ഇപ്പം ഇലക്ഷൻ നടക്കുന്നതിനോട് ചേർത്ത് വന്നൊരു അലിഗേഷനായിട്ടേ എനിക്ക് തോന്നുള്ളൂ. ഞാൻ പറയുന്ന ചേച്ചി ഡിഫമേഷൻ ഫയൽ ചെയ്യണം. അതിലെന്താണ്, അതൊരു കോൺസ്പിറസി ആണെന്ന് തന്നെയാണ് എന്നെ പോലുള്ള ഒരുപാട് പേര് വിശ്വസിക്കുന്നത്. സോ ആളെക്കുറിച്ച് അന്വേഷിക്കണം, ആളെന്തൊക്കെയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ പറഞ്ഞില്ലേ ലിങ്ക്സ് ഒരുപാട്, ഇത് നമ്മുടെ സത്യം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട് കോടതിയുടെ സമയം അതാ നഷ്ടപ്പെടുത്തിയതിനുള്ള ഇതും കൂടി ശിക്ഷ കൂടെ കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. അനാവശ്യമായിട്ടുള്ള ഒരു ഇതാണ്. ആ ലിങ്ക്സ് ഓപ്പൺ പോലും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്ത്യയിൽ ബാൻഡ് ആയിട്ടുള്ള ലിങ്ക്സ് ഇങ്ങനെ ഇട്ടിട്ട് ആൾക്ക് കിട്ടിയ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് വരേണ്ടത് തന്നെയല്ലേ. പിന്നെ അതുപോലെ തന്നെ സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ IFFK പോലുള്ള ഫെസ്റ്റിവൽസിൽ വരുന്ന സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ജന തിരക്ക് IFFK കാണാനുണ്ട്. ലൈൻ നിന്നിട്ട് അതായത് സ്റ്റേഴ്സിൽ വരെ നിന്ന് കാണുന്ന ജനങ്ങളാണ് മലയാളികൾ. അത്രത്തോളം ഇന്റർനാഷണൽ സിനിമകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റം കലാപ്രേമികളുണ്ട് ഉള്ള നാടാണിത്. അവിടെ ഈ പറഞ്ഞ ചെറിയ കാര്യം പറഞ്ഞിട്ട് ഒരു ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഒരു കള്ളക്കേസ് പറയുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാക്കാന്നുള്ള കാര്യമില്ല. ഒന്നുമില്ല. അത് വെറും സ്ട്രോങ് ആയതുകൊണ്ട് ഒരു സ്ട്രോങ് വനിത മുമ്പോട്ട് വരുമ്പോൾ എന്നും അതിൽ ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ കല്ലെറിയാനും കുറേ ഞരമ്പ് രോഗികളും ഉണ്ടാവും. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ശോഭ ഒരു മുൻ മത്സരാർത്ഥിയാണ്, ബിഗ് ബോസ് മത്സരാർത്ഥിയാണ്, നല്ലോണം പെർഫോം ചെയ്ത ഒരാൾ കൂടിയാണ്. ആണോ? അപ്പോൾ ഇപ്പോൾ രേണുസുതി ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട്. അപ്പം രേണുസുതി ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കൂടുതൽ രേണുസുതി വെളിയിലുണ്ടായിരുന്നത്. സത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ അത് ഫോളോ ചെയ്യുന്ന ആളല്ല. പക്ഷെ നല്ല രീതിയിൽ ഇപ്പം ബിഗ് ബോസിൽ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ അക്ബർ എന്ന ഒരു കണ്ടസ്റ്റന്റ് രേണുസുതിയെ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് സെപ്റ്റിക് ടാങ്കിനോട് ഉപമിച്ചു. അതായത് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അത് കണ്ടിരുന്നോ? ഞാനത് ആ ഒരു എപ്പിസോഡ് കണ്ടായിരുന്നു. അത് ശരിക്കും ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ഒരു ഫണ്ണായിട്ടുള്ള ഒരു പേര് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പുള്ളി രേണുസുതിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സെപ്റ്റിക് ടാങ്ക് എന്ന പേര് പറഞ്ഞാണ് ഉപയോഗിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ബിഗ് ബോസിലുണ്ടായി. പുള്ളിക്കാരി അത് അപ്പം പ്രതികരിക്കണമായിരുന്നു. അതിനോടൊപ്പം അതിനകത്തുണ്ടായിരുന്ന വനിത അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള കാര്യമല്ല, അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിന്ന ആരാണെങ്കിലും അതിന് പ്രതികരിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് പ്രതികരിച്ചേനെ. ഈ പറഞ്ഞ പോലെ പിന്നെ ബിഗ് ബോസ് അങ്ങനെയാണ്, മനസ്സിലായില്ലേ? എപ്പോഴും ഇറ്റ്സ് എ കോമ്പറ്റീഷൻ. എന്തൊക്കെ ബന്ധങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഓൺലി വൺ വിന്നർ. അപ്പോൾ അതിലേക്ക് എത്താനുള്ളൊരു ആരെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് താഴ്ത്താനേ നോക്കുള്ളൂ, മനസ്സിലായി? ഒരു അവസരം ആരും വിടത്തില്ല. അതങ്ങനെയാണ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ. അപ്പം എന്താ പറയുക, അത് പ്രതികരിക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. എനിക്കിപ്പോൾ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു ബിഗ് ബോസ് വന്നിട്ട്. പക്ഷേ നേരത്തെ സീസൺ പോലെയല്ല, ഇത്തവണ തുടക്കത്തിലെ ഇടി ബഹളം ഭയങ്കര അതുപോലെ തന്നെയായിരുന്നു. ഇത്രയും ഒരു വന്ന തന്നെ ഭയങ്കര വഴക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഈ ഒരു സീസൺ ഇപ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ ഫീൽ ചെയ്യുന്നത് മറ്റു സീസണിൽ കമ്പയർ ചെയ്ത്?
ഒന്നല്ല ഞാൻ പറയില്ല, ഒരിക്കലും നിങ്ങൾ ചെയ്യണ തെറ്റതാണ്. ഒരിക്കലും ഒരു സീസണിനെ മറ്റൊരു സീസൺ വെച്ച് കമ്പയർ ചെയ്യരുത്. എല്ലാ സീസണിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പറയുന്നതൊക്കെ മാറും. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങും ഓരോരുത്തരെ. നമുക്ക് ഓരോരുത്തരുടെ ഫേവറേറ്റ്സ് ഉണ്ടാവും, അവിടെ ബന്ധങ്ങളുണ്ടാവും, അവിടെ അടിപിടികൾ ഉണ്ടാവും. ഇറ്റ്സ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എൻ എൻ്റർടൈൻമെൻറ്റ് അല്ലേ, ഒരു ഷോ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് എഡ്യൂക്കേറ്റും ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നല്ലത് നമ്മൾ എടുത്തിട്ട് മോശം കളയാന്നുള്ള കാര്യമാണ്. ഈ 1 വീക്ക് കൊണ്ട് ആരെങ്കിലും ഫേവറേറ്റ് ലിസ്റ്റ് കയറിയോ ആരെങ്കിലും? എല്ലാവരും നന്നായിട്ട് കളിക്കുന്നു. ഇപ്പോൾ പറയാറായിട്ടില്ല, അപ്പം കുറച്ചുകൂടെ പോട്ടെ. പിന്നെ എൻ്റെ ഒരു അനിയൻ അതിനകത്തുണ്ട്, സോ അറിയില്ല. അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫിലിമും അതുപോലെ ഷോർട്ട് മൂവീസും ആൽബം സോങ് ഒക്കെ ചെയ്തിട്ടാണ് രേണുസുതി ബിഗ് ബോസിലേക്ക് എത്തിപ്പെട്ടത്. ഞാനത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയാം. ഈ പ്ലാറ്റ്ഫോമിനെ പറ്റി ഞാൻ പറയാം, ഇറ്റ് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് യു. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അതിനകത്ത് ഇപ്പം നമുക്ക് ചീത്തപ്പേരുള്ളവർ വന്ന് നല്ല പേര് എടുത്തു പോയിട്ടുണ്ട്, അതുപോലെ നല്ല പേരുള്ളവർ വന്ന് ചീത്തപ്പേര് എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ അവിടെ വന്ന് കഴിയുമ്പോൾ എല്ലാ മുഖംമൂടികളും അഴിഞ്ഞ് വീഴും എന്നുള്ള കാര്യമാണ്. അപ്പം ഇറ്റ്സ് ഓൾ ഫോർ മീ, ടച്ച് വുഡ്, ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോഴും എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ ആ ഒരു സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അത് അനുഭവിക്കുന്ന ആളാണ്. അപ്പം എനിക്കൊരു റിഗ്രറ്റും ഇല്ല. ഞാൻ പോയതിനെക്കാട്ടി കൂടുതലായിട്ട് എനിക്ക് സ്നേഹം കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പം ഐ എം ഹാപ്പി. അല്ല, ഞാൻ ചോദിച്ചത് രേണുസുതിയുടെ ഈ ഒരു ഉയർച്ചയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നാണ് ചോദിച്ചത്. അതായത് അതാണ് എനിക്ക്, ഞാൻ ഫോളോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് വലുതായിട്ട് അറിയില്ല. ഐ വിഷ് ഹർ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഭർത്താവ് മരിച്ചിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം 2 കുട്ടികളെയും അല്ല 2 കുട്ടികളാണോ 2 കുട്ടികളെയും വെച്ച് ജീവിക്കുക എന്ന് പറയുമ്പം അവരുടെ സ്വന്തം കാലിൽ ഇപ്പോൾ അവർ നിൽക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അത് ബിഗ് തിങ്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ടു ഹർ ആൻഡ് ഓൾ ദ അതർ കണ്ടസ്റ്റൻസ്. നല്ലത് വരട്ടെ, നല്ല ലെറ്റ് ദ ബെസ്റ്റ് വേ. ഇപ്പോൾ ശോഭയുടെ അടുത്ത പ്രൊജക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാം, ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വന്നിട്ടുണ്ട് മുന്നത്തെ സീസണിലുള്ളവർ ഇടയ്ക്ക് വന്ന് അങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് പോകുന്നത് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ മേക്കേഴ്സ് വിളിക്കുകയാണെങ്കിൽ ആ സമയം ഞാൻ ഫ്രീ ആണെങ്കിൽ എന്തുകൊണ്ട് പോയിക്കൂടാ. ഇറ്റ്സ് ലൈക്ക് ഐ എം മിസ്സിങ് ഹൗസ്. സത്യം പറയല്ലോ, ഇത് ആരോട് ചോദിച്ചാലും അറിയും. പലരും മിസ് ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പം പണ്ടത്തെ വീഡിയോസൊക്കെ ഓരോ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഓരോരുത്തർ അയച്ചു തരുമല്ലോ, ഇങ്ങനെ ഫാൻസ് ഗ്രൂപ്പിലാണെങ്കിലും ഒക്കെ അവരിങ്ങനെ അയച്ചു തരും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമവും, തിരിച്ചു പോകാൻ തോന്നും. ആ മെമ്മറീസൊക്കെ നമ്മൾ അയവിറക്കാറുണ്ട്. അത് കരച്ചിൽ, അതിൽ ബാഡും ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് സന്തോഷ മൊമെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. ഇറ്റ്സ് എ മിക്സ് ഓഫ് ബോത്ത്. പക്ഷെ പുറത്തിറങ്ങിയപ്പം വി കെയിം ഔട്ട് വിത്ത് എവ്രി വൺ കെയിം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. അല്ല, എല്ലാവർക്കും അത് നല്ലതേ തന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു നന്ദി നമുക്ക് ബിഗ് ബോസിനോട് എന്നും ഉണ്ട്, ആ ഒരു തട്ടിനോടുണ്ട്. ഓക്കെ, താങ്ക് യു.